വീഡിയോന്റെ തുടക്കം കാണിച്ചതുപോലെ തന്നെ പ്രതീക്ഷിക്കാണ്ടായിരുന്നു കേട്ടോ ആ വീഴ്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. കാനി മോനെ അയച്ചതിന് ശേഷം ഞാനും സിവാപ്പവും ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഒരു ഇത്തിരി നേരം റെസ്റ്റ് എടുക്കാൻ കിടന്നതായിരുന്നു. ഉറങ്ങിപ്പോയടോ. പിന്നെ 11:45 ആയി എഴുന്നേൽക്കാൻ. രാവിലെ എണീറ്റപാടന്നെ മെഷീനിൽ തുണി ഇട്ടുകൊണ്ട് അലക്കെല്ലാം കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് തന്നെ ഉച്ചക്കേക്കുള്ള പണിക്ക് ഞാൻ തുടങ്ങി. ചോറിനുള്ള ചെമ്പെല്ലാം പെട്ടെന്ന് തന്നെ തേച്ച് കഴുകിയിട്ട് അതിനുള്ള വെള്ളം പിടിക്കാൻ വെച്ചു. രാവിലെ മോള് ഭയങ്കര കരച്ചിലും കുൽമാലൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലത്തെ പാത്രങ്ങളൊന്നും എനിക്ക് കഴുകി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ വെള്ളമാകുന്ന സമയം കൊണ്ട് ഇതെല്ലാം ഒരുക്കി വെക്കാമെന്ന് കരുതി. രാവിലെ തന്നെ കറിക്കുള്ള മീൻ കിട്ടിനേനു. അയില മീനെ കിട്ടിയത്. പിന്നെ അത് മുളകിട്ട് വെക്കണോ തേങ്ങ അരച്ച് വെക്കണോ എന്നായിരുന്നു പിന്നെയുള്ള കൺഫ്യൂഷൻ. ചോറിനുള്ള വെള്ളം വെക്കുമ്പോഴാണ് ആ കാര്യം ഓർമ്മ വന്നത്. മോനിന്ന് വൈകിട്ട് കറാട്ട ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിലിടാനുള്ള യൂണിഫോം ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അത് പെട്ടെന്ന് ഞാൻ ആ ഡോറിൽ കൊണ്ടുപോയിട്ടു. സ്റ്റീലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടിന് ഉണങ്ങി കിട്ടും. പിന്നെ നേരെ ബേസിലുള്ള പാത്രങ്ങളെല്ലാം തേച്ച് കഴുകാനായിട്ടാണ് വന്നത്. പിന്നെ അതെല്ലാം പെട്ടെന്ന് കഴുകി അവിടെയൊക്കെ ഒന്ന് ഒരുക്കി വെച്ചു. നമുക്കിവിടെ മുറ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാട്ടാ മീൻ മുറിക്കുന്നതും ഇറച്ചി കോഴി ഇതെല്ലാം വൃത്തിയാക്കുന്നത് ഇവിടെ നിന്ന് തന്നെ. അപ്പോൾ അതിനെല്ലാം മുന്നേ ഞാൻ അവിടെയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം അതിനൊക്കെ നിൽക്കാറുള്ളൂ. പിന്നെ ചോറിനുള്ള വെള്ളം തിളക്കും മുന്നേ അരിയെല്ലാം പെറുക്കാൻ നിന്നോട്ടാ. പണ്ട് ചെറുതിലെല്ലാം അരി പാറ്റുമ്പോൾ അരി തെച്ച് നിലത്തുണ്ട്. അതെല്ലാം ഞാൻ ചിന്തിച്ചു വെക്കല് എന്നെ കൊണ്ടൊന്നും ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല. ബാക്കിയുള്ളവരെല്ലാം എത്ര ഈസി ആയിട്ട് ഇങ്ങനെ അരിയൊക്കെ പാറ്റുന്നത്. പിന്നെ കുറേ ഇങ്ങനത്തെ കാലവും കോലമൊക്കെ മാറിയപ്പോൾ ഞാൻ മനസ്സിലാക്കി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യം. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമെന്നും എന്തൊക്കെയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇനി എന്തൊക്കെയോ ചെയ്യാൻ കിടക്കുന്നുണ്ടെന്നും. ചോറിനുള്ള വെള്ളം തിളച്ചുകൊണ്ടുണ്ട്. അപ്പോഴത്തേക്ക് അത് സിവാപ്പ് എണീച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അവളൊന്ന് പുന്നാരിച്ച് ഫുഡൊക്കെ കൊടുത്ത് അവളൊന്ന് ഫ്രഷാക്കി മാറ്റി. പെട്ടെന്ന് തന്നെ അരിയെല്ലാം കഴുകിയിട്ടു. ലേറ്റിൻ്റെ മേലെ ലേറ്റ് എന്ന് പറഞ്ഞ പോലെ ഇന്ന് എല്ലാം കൊണ്ട് ലേറ്റ് ആയിരുന്നു ഗൈസ്. അങ്ങനെ അരിയിടുമ്പോഴത്തേക്കും എക്സാമും കഴിഞ്ഞ് മോൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എക്സാമും കഴിഞ്ഞ് എനിക്ക് കുറേ ലീവ് കിട്ടുമല്ലോ എന്നുള്ള പൊലിവേനും കേട്ടോ അവൻ്റെ മുഖത്ത് കണ്ടത്. അരി തളിച്ച് ചൂടാറപ്പെട്ടിയിൽ ഇറക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ മീൻ മുറിക്കാൻ നിന്നോട്ടാ. റേഷനരി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം, അല്ലെങ്കിൽ വെന്തു പോകും. അപ്പോൾ തന്നെ സമയം 1 മണി ആവാനായിരുന്നു കേട്ടോ. അപ്പം തന്നെ എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. റബ്ബേ കറിയൊന്നും ആയില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഞാൻ ചോറൊക്കെ വാർത്തു. തേങ്ങൻ്റെ മേലെയുള്ള സാധനം ഉരിച്ചെടുക്കുന്ന സാഹസികതയാട്ടാ നിങ്ങളീ കാണുന്നത്. മുളകിട്ടതൊന്നും വേണ്ട, തേങ്ങ അരച്ചിട്ട് തന്നെ വേണമെന്ന് വാശിയായിരുന്നു മോന്. പിന്നെ ഞാൻ കരുതി തേങ്ങ അരച്ചിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന്. അവന് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി. തേങ്ങ ചെറുകാനുള്ള മടിക്ക് കത്തിപ്രയോഗാട്ടാ ഞാൻ നടത്തിയത്. പക്ഷേ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ചിരണ്ടിയിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ പണി ചെയ്യുമായിരുന്നു. പിന്നെ മടി സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ആ തേങ്ങ മൊത്തവും അതിൽ നിന്നെടുത്തു. പിന്നെ അരയ്ക്കുന്നതിനുള്ള പൊടികൾ ഇടുന്ന സമയത്താട്ടോ അത് സംഭവിച്ചത്. പർച്ചോൺ സഹിച്ചിട്ടൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ചെയറൊന്നും സ്ലിപ്പായതാട്ടോ, അത് അങ്ങനെ വീണ. ഈ സമയത്തൊക്കെ നല്ലപോലെ കരയുന്നുണ്ടേനു. കുറച്ച് സമയം നോക്കി പിന്നെ മോനെ ഏൽപ്പിച്ചതിന് ശേഷം കറിക്കുള്ള അരപ്പ് ഞാൻ റെഡിയാക്കാൻ തുടങ്ങി. അരപ്പ് തിളച്ചു മീനിട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ തിളച്ച് സെറ്റായി വരുന്ന സമയം കൊണ്ട് ഫ്രൈക്കുള്ള പണി നോക്കി. പൊരിക്കാനുള്ളതെല്ലാം ഇട്ടതിന് ശേഷം കറിയുടെ ഉപ്പും പുളിയൊക്കെ നോക്കി കറി ഇറക്കി വെച്ചതിന് ശേഷം പപ്പടം ചുട്ടെടുത്തു. പപ്പടം അത്ര ഹെൽത്തി അല്ല എന്നാണ് പറയുന്നത് കേൾക്കുന്നെങ്കിലും ഇതില്ലാണ്ട് ഫുഡ് കഴിക്കുമ്പോൾ ഉപ്പില്ലാത്ത കഞ്ഞി പോലും ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പം നിങ്ങൾക്കുള്ള ഒരു പ്ലേറ്റ് ചോറ് ഇതിന് തന്നില്ല എന്ന് പറയണ്ട കേട്ടോ. ഇന്നെന്താ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്ന് പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്നേഹം അറിയിക്കുക, ലൈക്ക് ചെയ്ത് ഇഷ്ടം അറിയിക്കുക, കമൻറ്റ് ചെയ്ത് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.